തിരുവനന്തപുരം മുട്ടത്തറയിൽ തനിച്ച് താമസിക്കുന്ന വയോധികയുടെ വീട്ടിലേക്ക് ഒരു മരം കടപുഴകി വീണ് 8 ദിവസത്തിന് ശേഷം കൗൺസിലർ ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടിയായിരിക്കുന്നത്. അഷിൻ ഡിയേഗോ നമുക്ക് പോകുന്നുണ്ട്. അഷിൻ ഡിയേഗോ, ഈ 8 ദിവസമായി ഈ മരം ഇങ്ങനെ ഈ വീടിന് പുറത്ത് കിടക്കുകയാണ്. ആ സ്ത്രീയുടെ ആശങ്ക നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കൗൺസിലർ എത്തിയിട്ടുണ്ട്, ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മരം മുറിക്കാൻ എത്തിയിട്ടുണ്ടല്ലേ? സുജയ, തീർച്ചയായും ശ്യാമളയ്ക്ക് ആശ്വാസകരമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് ഇപ്പോൾ ഈ വീടിലേക്ക് കടപുഴകിയ മരം വെട്ടിമാറ്റുന്നത്. കൗൺസിലർ ഇവിടെ എത്തി അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. തന്റെ ഭാഗത്ത് വീഴ്ചകളൊന്നുമില്ല എന്നത് ഈ ശ്യാമളയെ ന്യായീകരിച്ച ശേഷം അദ്ദേഹം ഇവിടുന്ന് മടങ്ങുകയാണ് ചെയ്തത്. പക്ഷേ നേരത്തെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തി ഈ മരം തങ്ങൾ മുറിച്ചു മാറ്റാൻ തയ്യാറാണ് എന്നറിയിച്ചതും ഈ മരം മുറിക്കാനുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കുകയും ചെയ്തത്. അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് ശ്രീവരാഹം മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തി ഈ മരം മുറിക്കാൻ ആരംഭിച്ചത്. നാട്ടുകാരും ഒപ്പം യൂത്ത് കോൺഗ്രസിനൊപ്പം തന്നെ ഈ മരം മുറിക്കാൻ സഹായിക്കാനായി ചേർന്നിട്ടുമുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ കൊടുത്ത ഒരു വാർത്ത, അതിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ശ്യാമളയ്ക്ക് ആശ്വാസമായിരിക്കുന്നു. ഈ മരം ഈ വീടിന് മുന്നിലേക്ക് വീടിലേക്ക് വീണ മരങ്ങൾ അത് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 2 ദിവസം കൂടി എടുക്കും, അനുമതി വേണമെന്നാണ്. ഇപ്പോൾ കൗൺസിലർ അടക്കം അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണോ നാട്ടുകാർ ഇപ്പോൾ മുറിച്ചു മാറ്റുന്നത്? സുജയ, അല്ല, ഇതിൻ്റെ ഒരു അപകടാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഏത് നിമിഷം വേണമെങ്കിലും ഈ വീട് തകർന്ന് അകത്തേക്ക് വീഴാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് ഈ 5 മരങ്ങളും ഉള്ളത്. ഈ അനുമതിയൊക്കെ വാങ്ങി വരുമ്പോൾ ഈ ശ്യാമളയുടെ കാര്യം എന്താകും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ അതിന് കാക്കാൻ നിൽക്കാതെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ ഇപ്പോൾ വെട്ടിമാറ്റുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച് അദ്ദേഹം പേരിന് ഒന്ന് വന്നു മടങ്ങി എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇവിടെ എത്തുകയും ചെയ്തിരുന്നത്. അദ്ദേഹം വന്നു, താൻ എന്താണ് ചെയ്തത്, താൻ ഫോൺ എടുത്തിരുന്നു, എല്ലാം ചെയ്തതല്ലേ, പിന്നെ എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ശ്യാമളയോട് ചോദിക്കുകയും 2 ദിവസത്തിനകം തന്നെ ഇത് വെട്ടിമുറിച്ച് മാറ്റാനുള്ള നടപടികൾ ഉണ്ടാക്കാം എന്നും പറയുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഇനിയും 2 ദിവസമായി കഴിഞ്ഞാൽ 10 ദിവസത്തിലധികമാകും ഈ വീട്ടിലേക്ക് 5 മരങ്ങൾ കടപുഴകി വീണിട്ട്. ഒരു തനിച്ച് താമസിക്കുന്ന സ്ത്രീയാണ്, നമ്മൾ ആലോചിക്കണം, വയോധികയാണ്, 75 വയസ്സിലധികം പ്രായമുണ്ട്. അവർ തനിച്ച് താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് മരം വീണ് ഇതുവരെയായി ഒരു നടപടിയും എടുത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിലെ ഒരു കെടുകാര്യസ്ഥത കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ശ്യാമള തന്നെ നമുക്കിപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ഇപ്പോൾ മരം എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാർ വെട്ടിമാറ്റാണല്ലോ, സന്തോഷമായില്ലേ? ഇപ്പോൾ കൗൺസിലർ ഇപ്പം വന്നിട്ട് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. കൗൺസിലർ എന്തൊക്കെയാ പറഞ്ഞേ? ഞാനെല്ലാം ചെയ്തു തന്നില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നും ചെയ്തു, എന്തൊക്കെ വില്ലേജിൽ പോകാൻ വേണ്ടി മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പം പറഞ്ഞ കള്ളം പറയരുതെന്ന്. ഞാൻ കള്ളം പറയുകയല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ളവും പറയുകയില്ല, കള്ളം ചെയ്യുകയില്ല. എന്നിട്ടും പറഞ്ഞ് കള്ളം പറയുകയാണെന്ന്. ഈ കൗൺസിലർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം കൗൺസിലർ പറഞ്ഞത് താൻ ഫോൺ എടുത്തു, 10 മണിക്ക് ഫോൺ എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ 8:45 മുമ്പേ ഞാൻ കൗൺസിലറെ രാത്രി വിളിച്ചു. കാരണം അപ്പോൾ ഇവിടെ ഉണ്ടാവുമെന്നറിയാം. ഇത് കാര്യം പറഞ്ഞാലെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോഴൊന്നും എടുത്തില്ല. രാവിലെ 6:50 തൊട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി. 6:50 ഇവിടെയൊക്കെ കറങ്ങാൻ പോകുന്നതാണ്. അങ്ങനെ ഞാൻ 6:50 തൊട്ട് വിളിച്ചിട്ടും എടുത്തില്ല. പിന്നെ ഞാൻ അവരുടെ പാർട്ടി ഓഫീസിൽ പോയി. പാർട്ടി ഓഫീസിൽ പോയപ്പോൾ പാർട്ടി ഓഫീസ് പൂട്ടിയിരിക്കുന്നു. അത് സാധാരണ അപ്പോഴും പൂട്ടത്തില്ല. പിന്നെ അടുത്ത് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാളുണ്ട്, അയാളൊക്കെ പറഞ്ഞ് ഇന്നതുപോലെ രാജു എന്നാണ് വിളിക്കുന്നത്, രാജു എപ്പോൾ മുന്നേ വന്നില്ല. ഞാൻ പറഞ്ഞു എപ്പോൾ വരും? 9 മണി കഴിയും. എന്തായാലും ഈ മരം വെട്ടി മാറ്റിയാലും വീടൊക്കെ ഒന്ന് വീണ്ടും എപ്പോൾ വേണോ തകരാവുന്ന അവസ്ഥയിലാണല്ലോ, അതൊക്കെ ശരിയാക്കേണ്ടത് നമുക്ക്. ഒരു വഴിയില്ല, എനിക്ക് കോർപ്പറേഷനിൽ നിന്ന് എന്തെങ്കിലും സഹായിക്കുമെങ്കിൽ എന്നെ കൊണ്ട് ഒരു വഴി. എനിക്ക് പെൻഷൻ കിട്ടുന്ന മാത്രമേ ഉള്ളൂ എൻ്റെ വരുമാനം. ഇപ്പോൾ ഈ അമ്മയ്ക്ക് മറ്റു ബന്ധുക്കൾ ആരുമില്ലേ? നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഷിൻ ഡിയേഗോ, ഈ അമ്മയ്ക്ക് വേറെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? പെൻഷനുണ്ട്, അത് എനിക്ക് കൂടുതലാണ്. 4 കിലോ അരി കിട്ടും, അതുകൊണ്ട് കഴിയണം. ഈ അമ്മയ്ക്ക് മറ്റു ബന്ധുക്കളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. ചേച്ചി, ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല? ആരും വന്ന് തിരിഞ്ഞു നോക്കിയില്ല? ആരും വന്നു ഇതുവരെ. ഇന്ന് ഈ ഇപ്പം ഇവിടെ നിന്ന് ഓവർകോട്ട് നീലയിട്ടുണ്ടെന്നില്ല, അത് എൻ്റെ ചേച്ചിയുടെ മോനാ. അവനാണ് ഇതിനത്രയും, അവർക്കൊക്കെ അറിയാം, അവനാണ് ഇതിനത്രയും എതിരായിട്ട് നിന്നത്. പക്ഷേ ഇന്ന് ഇവരൊക്കെ വന്നതിന് ശേഷം വന്നത്, ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് വന്നു. ആരൊക്കെ ഗോപൻ സാറൊക്കെ വിളിച്ചത് കൊണ്ടാണ് അറിഞ്ഞതുമൊക്കെ വന്നത്. പക്ഷേ ഇത് അപ്പോഴേ എല്ലാവരും അറിഞ്ഞു. സുജയതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആന്റണി രാജു MLA ആണ് ഈ മണ്ഡലത്തിൻ്റെ MLA എന്നുള്ളത്. അദ്ദേഹത്തെ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നെങ്കിലും പക്ഷേ അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. ഒടുവിൽ മുൻ MLA സുനിൽകുമാർ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് വരാം, ശിവകുമാർ ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിളിച്ചു പറഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ മരം മുറിച്ച് മാറ്റാൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. എന്തായാലും ശ്യാമളയുടെ ആ ഒരു കഴിഞ്ഞ 8 ദിവസമായി നീണ്ടു നിന്ന ഒരു ഭീതി, ഈ മരം വീഴാൻ
വീഴാൻ ഉള്ള ഒരു പേടിയാണ്. അത് എന്തായാലും ഇപ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസത്തിലേക്ക് പോകുന്നു. ചേട്ടാ, ഇതിപ്പോൾ 8 ദിവസമായാലും ഇതുവരെ എന്താ ആരും വെട്ടിമാറ്റൊന്നും വരാതിരുന്നത്? അതായത് ഇതിപ്പം ഞാൻ ഈ ഇടയ്ക്ക് വന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇതേപോലെ അമ്മ മാത്രമേ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പം എൻ്റെ പറഞ്ഞ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ നിയമപാലകർ കണ്ണു തുറക്കുക അല്ലേ. സാധാരണക്കാർ ഇങ്ങനെ നിരാലംബരായ ആൾക്കാർക്ക് അത് കൈത്താങ്ങ്. എല്ലാവരും ഇത്രയും ദിവസം വന്ന് അഷഡിയേഗോ നമ്മൾ ഈ വാർത്ത, ഈ ദൃശ്യങ്ങൾ, ആ അമ്മയുടെ സങ്കടം, അത് 8ാം പക്കമാണ് നമ്മളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്, അധികൃതരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വരാനറിയാം, ഈ 8 ദിവസം ആ അമ്മ ഒറ്റയ്ക്ക്, ആ പാവം അവിടെ ഈ മരം വീണ് കിടന്ന വീടിന് താഴെ അന്തി ഉറങ്ങുകയായിരുന്നു. ആ മരം അവരുടെ തലയിലേക്കാണ് വീണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇത് പുറത്തറിയുകയുമില്ല, ഒരു മഴക്കെടുതിയായി അത് മാറുകയും ചെയ്തേനെ. ഈ അപകടം ഉണ്ടായി അല്ലെങ്കിൽ ഈ മരം ചാഞ്ഞിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ആ പരിസരത്തുള്ള ഒരാൾക്കും തിരിഞ്ഞു നോക്കാനോ അതിലൊന്നും ഇടപെടാനോ അവരെ സഹായിക്കാനും തോന്നിയില്ലല്ലോ. കഷ്ടമാണല്ലോ അശ്വിൻ. സുജയ്, ഇപ്പോൾ എന്തായാലും ആ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ വില്ലേജ് ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. അവർ കൂടി ഇപ്പോൾ ഈ വാർത്ത കണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മരം ഇത്രയും ദിവസം മുറിച്ചു മാറ്റാൻ പറ്റാതിരുന്നത്? ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ്, 8 ദിവസമായി മരം വീണ് നടക്കുന്നു. അപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അറിയിച്ചിരുന്നു. സുജിയ, ഇത് തന്നെയാണ് ഇവരുടെ അവസ്ഥ. വില്ലേജ് ഓഫീസിൽ നിന്ന് ഇവിടെ വരെ ഒന്ന് വന്ന് നോക്കാൻ ആ ഒരു വില്ലേജിന്റെ ചുമതലയല്ലേ അവർക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരാൾ അറിയിക്കുന്നു, അവരുടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് അറിയിക്കുന്നു, എന്നിട്ടും അത് വന്ന് നോക്കുന്നില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇക്കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. ഇതാ അവർ വന്ന ശിഖരങ്ങളൊക്കെ വെട്ടിക്കോതി മാറ്റുകയാണ്. അവരെങ്കിലും ഉണ്ടല്ലോ അമ്മയെ ഒന്ന് സഹായിക്കാൻ എന്നതാണ് നമ്മളിപ്പോൾ കാണേണ്ടത്. ഒപ്പം മറ്റ് നാട്ടുകാരും അതിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഒരു സഹായം, ആ സഹായം എത്തിക്കേണ്ടത് 8ാം പക്കമാണോ എന്ന ചോദ്യം അപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. റിപ്പോർട്ടർ ഈ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും ഇതൊക്കെ ഒന്ന് അധികൃതർ കാണട്ടെ എന്ന് കരുതി തന്നെയാണ്. ഇതുപോലെയുള്ള അരികു പറ്റിയ മനുഷ്യർ, നിരാലംബരായ മനുഷ്യർ, അവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ടാകും. അവർക്കൊക്കെ ഒരു സഹായം എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം?